കുഞ്ഞുങ്ങളെ, തന്നിരിക്കുന്ന ഈ ശ്രേണിയുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. ഈ ശ്രേണിയുടെ പ്രത്യേകത എന്തെന്നാൽ ഈ ശ്രേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1/2 ഓരോ പദങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും മനസ്സിലാകും പകുതിയായി മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞാൽ 1/2 പകുതിയാണ് 1/4. 1/4 പകുതിയാണ് 1/8. 1/8 പകുതിയാണ് അടുത്ത ആൾ. അങ്ങനെയാണ് ആ ശ്രേണി മുന്നിലേക്ക് വന്നത്. അപ്പോൾ 2 പ്രത്യേകതയുണ്ട്. 1/2 തുടങ്ങുന്നു, ദെൻ പകുതിയായിട്ടാണ് ഓരോ പദങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ശ്രേണിയുടെ തുക കാണാനായിട്ട് ലാസ്റ്റ് ഫ്രാക്ഷൻ ഏതെന്ന് നോക്കുക. അവസാനം കിടക്കുന്ന ഭിന്നസംഖ്യ ആരാ? 1/64. അതിൻ്റെ ഡിനോമിനേറ്റർ ഇങ്ങെടുക്കുക, അതിൻ്റെ ഛേദം ഇങ്ങെടുക്കുക. ഛേദം എത്ര? 64. അതിൽ നിന്ന് 1 കുറച്ച് മുകളിലോട്ട് എഴുതും. 64 1 കുറച്ചാൽ 63. അപ്പം നമ്മുടെ ആൻസർ എത്രയാ? 63/64. ക്ലിയർ ആയോ? ഒരു ചോദ്യം കൂടെ പറഞ്ഞോട്ടെ. അതേ പാറ്റേൺ ആണ് നമ്മൾ പറഞ്ഞ ആ 2 പ്രത്യേകതയും ഈ ചോദ്യത്തിലുണ്ട്. ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 1/2 പിന്നെ ഓരോ പദങ്ങളും പകുതിയായി മുന്നോട്ട് പോവാം. ഇങ്ങനെയുള്ള ഒരു ശ്രേണിയുടെ ആൻസർ കാണാൻ ലാസ്റ്റ് ഫ്രാക്ഷൻ നോക്കുക. അതിൻ്റെ ഛേദം എത്രയാ? 256. അതിൽ നിന്ന് 1 കുറച്ച് മുകളിലോട്ട് എഴുതിയാൽ മതി. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ 255/256. ഓക്കെ അല്ലേ എൻ്റെ കുട്ടികൾ? താങ്ക് യു.